ചേട്ടാ, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന യുദ്ധമാണ് നിലവിൽ നടക്കുന്നത്. ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക. ശരിക്കും എന്താണ് നടക്കുന്നത്? ഇപ്പോൾ സംഘർഷത്തിലായിരിക്കുന്നത് അല്ലെങ്കിൽ ആ സംഘർഷാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അറബ് രാജ്യങ്ങളാണെന്ന് പറയുന്നു. എന്താണ് യുദ്ധത്തിന്റെ ഒരു യാഥാസ്ഥികാവസ്ഥ? മരണനിരക്ക് കൂടുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. ഒന്ന് പറയുമോ, എന്താണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ? അതായത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഈ യുദ്ധത്തിന്റെ ആരംഭം എന്നത് US-ഉം ഇസ്രയേലുമാണ് ഒരുമിച്ച് ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇപ്പോൾ നിങ്ങൾ അത് തുടങ്ങി. അതായത് യുദ്ധം തുടങ്ങിയിരിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും കൂടെ ഒരുമിച്ച് ഇറാനിലേക്ക് ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ യുദ്ധം നിങ്ങൾ തുടങ്ങിയെന്നുണ്ടെങ്കിൽ ഇതിന്റെ അവസാനം ഇനി നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല, ഇനി ഞങ്ങൾ നിയന്ത്രിക്കും എന്നാണ് ഇറാൻ പറഞ്ഞത്. അപ്പൊ ഈ യുദ്ധത്തിന് ഒരു കാലയളവ് കൂടുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ പോകുന്നത്? ഇപ്പൊ റിപ്പോർട്ടുകളൊക്കെ വരുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അറബ് രാജ്യങ്ങളിലാണ് കൂടുതലായിട്ടും ഇത് ബാധിക്കുന്നത്. കാരണം ഈ പറയുന്ന എയർലൈൻസ് വരെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഇന്ത്യയിൽ നിന്നും ജോലിക്ക് പോകുന്ന ഒരു സ്ഥലമാണ് അറബ് നാടുകൾ. ആ നാടുകളിൽ ഈ പറയുന്ന രീതിയിൽ ഇറാന്റെ മിസൈലുകൾ പതിക്കുന്നു. ഒരുപാട് മരണ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ ആ റിപ്പോർട്ടുകളൊന്നും യാഥാസ്ഥികമായി പുറത്തേക്ക് വരുന്നില്ല. ആകെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഇറാനിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് പൊലിഞ്ഞു പോയ 51 ജീവനുകളെ പറ്റി മാത്രമാണ്. അതെ, ഒരു സ്കൂളിലേക്കാണ് ഈ പറയുന്ന മിസൈൽ വന്ന് പതിക്കുന്നത്. 51 പെൺകുട്ടികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 60 പേർക്ക് ഗുരുതരമായ പരിക്കുമാണ് ഇറാനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരിച്ച് ഇറാന്റെ മിസൈലുകൾ പതിക്കുന്നത് കൃത്യമായി സൈനിക താവളങ്ങളിലാണ്. അതായത് ആ സൈനിക താവളങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അബുദാബി, ജോർദാൻ, ബഹ്റൈൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അമേരിക്കയുടെ സൈനിക താവളങ്ങളിലാണ് ഈ പറയുന്ന മിസൈലുകൾ പതിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൾഫ് കൺട്രീസിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ പതിക്കുക എന്ന് പറയുമ്പോൾ ആ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഗൾഫ് കൺട്രീസിലല്ലേ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന എത്രയോ മലയാളികൾ അവിടെ തന്നെ ഉണ്ട്. മലയാളികൾ തൊഴിൽ തേടി പോയ നിരവധി പേർ ഈ പറയുന്ന ജോർദാനിലും ബഹ്റിനിലും അബുദാബിയിലും ഒക്കെ തന്നെ ഉണ്ട്. അവിടെ എല്ലാം തന്നെ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമാണ്. സൈറനൊക്കെ മുഴങ്ങിക്കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ മാസം 23-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിലേക്ക് പോയിട്ട് ഇറാനിൽ ഉള്ള നമ്മുടെ ഇന്ത്യക്കാരൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണം എന്ന് നമ്മുടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. അവരുടെ അറിയിപ്പ് വന്നത് 23-ാം തീയതിയാണ് അദ്ദേഹം പോകുന്നത്. 28-ാം തീയതി യുദ്ധം നടക്കുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രയേൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നുള്ളതും അവിടെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അവിടെ കിട്ടിയ ആ ഒരു സ്വീകരണവും മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പോയി എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു മണം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിൻ്റെ ഒരു മണം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. തീർച്ചയായും അടുത്ത സൗഹൃദ ബന്ധങ്ങൾ തന്നെയാണ് നമ്മൾ മറ്റു രാജ്യങ്ങളുമായി പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ യുക്രൈനും റഷ്യയുമായുള്ള യുദ്ധവും നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പൊ ഇറാനെതിരെ ഈ പറയുന്ന രീതിയിൽ ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ഒരു തീവ്ര യുദ്ധത്തിലേക്ക് കടക്കുന്നത്. യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ തന്നെയാണ് ഈ പറയുന്ന മിസൈലുകൾ പതിക്കുന്നത്. അതേ രീതിയിൽ നമ്മൾ എടുത്തു പറയേണ്ടത്, ആദ്യം ആക്രമണം നടത്തിയിരിക്കുന്നത് ആരാണ്? ഇസ്രയേലാണ് നടത്തിയിരിക്കുന്നത്. ഭാഗികമായി അമേരിക്കയുടെ ഇടപെടലുകളുണ്ട്. ഇസ്രയേലിലേക്ക് ഇറാന്റെ മിസൈലുകൾ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇറാന്റെ ഭരണകൂടം, അൽഖൊമേനിയുടെ ഭരണകൂടത്തെ മാറ്റുക എന്നുള്ള അതായത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണകൂടത്തെ, അതിപ്പോൾ പാകിസ്ഥാനിലൊക്കെ എങ്ങനെയാണ്, അമേരിക്ക പറഞ്ഞാൽ ഉടൻ തന്നെ അവിടെ എല്ലാം സംഭവിക്കും. അമേരിക്ക എന്ന ലോക പോലീസ് ഈ അൽഖൊമേനി ഭരണകൂടത്തെ തെറിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഈ യുദ്ധം തന്നെ എന്നാണ് മറ്റ് ലോകരാഷ്ട്രങ്ങളും അല്ലെങ്കിൽ ഈ യുദ്ധം നിരീക്ഷിക്കുന്നവരുടെയും വാക്കുകൾ പുറത്തു വരുന്നത്. ഈ പറയുന്ന ലോകരാഷ്ട്രങ്ങളൊന്നും നിലവിലെ യുദ്ധത്തിനെ അവലംബിച്ചിട്ടില്ല. പക്ഷേ ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങൾ അവലംബിക്കാനാണ് ചാൻസ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു രീതിയിലേക്കാണ് നടക്കുന്നത്. അവർക്കാണ് നാശനഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ. ഈ പറയുന്ന സൈനിക താവളങ്ങളൊക്കെ അറബ് രാജ്യങ്ങളിലുണ്ട്. ബഹ്റൈനിൽ അതുകൊണ്ടാണ് ഈ പറയുന്ന മിസൈൽ പതിക്കുന്നത്. റിയാദിലും അബുദാബിയിലും അതേപോലെ തന്നെ ഖത്തറിലും എല്ലാം ഈ പറയുന്ന മിസൈലുകൾ പതിക്കുന്നത് ഈ പറയുന്ന US ഇസ്രയേൽ സൈനിക താവളങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതോടൊപ്പം തന്നെ തിരിച്ച് അങ്ങോട്ട് വിടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് US-ന്റെ സൈനിക അല്ലെങ്കിൽ ആ ഒരു ശക്തിയെ പറ്റി നമുക്കറിയാം, ഇസ്രായേലിന്റെ ശക്തിയെ പറ്റി നമുക്കറിയാം. തിരിച്ച് ഒരു വലിയ യുദ്ധം തന്നെയാണ്. ഇവിടെ സമന്വയത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സമാധാനത്തിന്റെയോ സന്ധി സംഭാഷണം ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. യുദ്ധം തുടങ്ങിയത് നിങ്ങളാണ്. അതായത് ഈ പറയുന്ന ഇറാനാണത് പറയുന്നത്. ഇറാൻ അങ്ങോട്ട് അമേരിക്കയോടും ഇസ്രയേലിനോടുമാണ് പറയുന്നത്. ഇനിയിപ്പം ഞങ്ങൾ ആലോചിക്കും നിർത്തണോ വേണ്ടേ. അതായത് US-നും ഇസ്രയേലിനും കഠിനമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ പറയുന്നത്.
അതായത് പശ്ചിമേഷ്യ യുദ്ധഭീതിയിലായിരിക്കുക. ഇറാനിലെ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇന്ത്യൻ എംബസി തുടക്കത്തിൽ അത് പറഞ്ഞതാണ്. എംബസി പറഞ്ഞ കേൾക്കാതെ കുട്ടികളുടെ ഏതോ പരീക്ഷയുണ്ടെന്നും പറഞ്ഞാണ് ഇറാനിൽ ഈ പറയുന്ന പിള്ളേർ കുറെ എണ്ണം ഇപ്പോഴും ഉണ്ട്. ഇത് സാധാരണ ഒരു പ്രവൃത്തി ദിവസമാണ് ഈ മിസൈൽ ആക്രമണം. അപ്പോൾ നിരവധി മലയാളികൾ കൂടെയാണ് ഇറാനിൽ പെട്ടുകിടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന എയർലൈൻസ് ഒക്കെ നിർത്തിവെക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഓയിൽ സമ്പത്തുള്ളതാണ് ഈ അറബ് രാജ്യങ്ങൾ. അപ്പൊ അതോടൊപ്പം തന്നെ ചരക്ക് വാഹിനി കപ്പലുകൾക്ക് എല്ലാം വിലക്ക് നേരിട്ടിട്ടുണ്ട്. ഇനി ഒരു തുറമുഖത്തിൽ നിന്നും അങ്ങോട്ടേക്ക് കപ്പലുകളൊന്നും സഞ്ചരിക്കില്ല. ആ ഒരു നിലപാടിലേക്കാണ് ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങൾ അടുക്കുന്നത്. കാരണം അത്ര വലിയൊരു യുദ്ധമാണ് നടക്കുന്നത്. അവിടുന്ന് മരണനിരക്ക് പുറത്തേക്ക് വിട്ടിട്ടില്ല. ആകെ അബുദാബിയിൽ നിന്നുള്ള ഒരു മരണവും അതേപോലെ ബഹ്റൈനിൽ മിസൈൽ പതിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ റെഡ് ക്രോസിന്റേതാണെങ്കിലും ബഹ്റൈനിലെ ഈ പറയുന്ന ഇറാന്റെ മിസൈലാണ് പതിച്ചിരിക്കുന്നത്. അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബഹ്റൈനിലെ അമേരിക്കയുടെ ഒരു വലിയ സൈനിക താവളമാണ്. പക്ഷെ അതിന്റെ കണക്കുകൾ എത്ര മരണമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളതെന്നുള്ള കണക്കുകൾ അവർ പൂർണ്ണമായി പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ആശുപത്രി അല്ലെങ്കിൽ അത്തരത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആരംഭിച്ചിട്ടുള്ളത് ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്രത്തോളം മലയാളികളെയാണ് ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത്, അത്രത്തോളം പ്രവാസികളെയാണ്, ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികളെയാണ് ഇത് അല്ലെങ്കിൽ എഫക്ട് ചെയ്യാൻ പോകുന്നത്. എത്ര പേരാണ് അവിടെ പെട്ടുകിടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പെട്ടുകിടക്കുന്നത്, അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. കാരണം ഇത് ഇവർ തമ്മിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാനും ഇസ്രയേലിനും US-നും ഒക്കെ പരസ്പരം അറിയാമെങ്കിലും പക്ഷെ ഒരു പൊടുന്നനെയുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു. ഇതിന്റെ മുന്നൊരുക്കങ്ങൾ അമേരിക്ക നടത്തിയിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രയേലും പ്രത്യേകിച്ച് ഇതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയതിന്റെ സിംറ്റംസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ഒരു യുദ്ധം നടത്തുന്നതിന് മുന്നുള്ള ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഇവരുടെ സൈനിക താവളങ്ങൾ അലർട്ട് ആവാനും അല്ലെങ്കിൽ പിന്നെ യുദ്ധക്കപ്പലുകൾ റെഡിയാക്കാനും ഒക്കെ പറയുന്നുണ്ട്. കാര്യം ഇവർ തമ്മിലുള്ള സംഭാഷണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പയറ്റ് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ ഇതിങ്ങനെ തുടങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക് ഇസ്രയേലിനെതിരെ കടുത്ത ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ റഷ്യയും ചൈനയും ഒന്നും അപലപിച്ചിട്ടില്ല. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഈ നിലപാടിനെതിരെ ഭാഗികമായിട്ട് പോലും റഷ്യ പോലും ഇതിനെ അപലപിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റഷ്യ ഉക്രൈനെ പറഞ്ഞത് ഒരു പൊട്ടുപോലത്തെ രാജ്യമാണ്, ഞങ്ങൾക്ക് നിസാര സമയം കൊണ്ട് അടിച്ചിട്ടുള്ളതാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ അഫ്ഗാനും പാകിസ്ഥാനും തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇത്തരത്തിലൊരു യുദ്ധത്തിന്റെ നാളുകൾ എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തന്നെ ഇപ്പം പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഓരോ നിരവധി ബന്ധുക്കൾ പല ഗൾഫ് രാജ്യങ്ങളിലും തന്നെ ഉണ്ട്. പിന്നെ സ്റ്റുഡൻസ് ഉണ്ട്, ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇസ്രായേലും ഒക്കെ സ്റ്റുഡൻസ് പഠിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അതോടൊപ്പം തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്നും ഇറാൻ ഒരു പിടി കൊടുക്കുന്ന ഒരു ലക്ഷണമില്ല. കാരണം ഒരു സന്ധി സംഭാഷണത്തിന് ഇറാന് താല്പര്യമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ യാതൊരുവിധ സമന്വയത്തിനും താല്പര്യമില്ല. അതേപോലെ തന്നെ പുതിയ ഈ പറയുന്ന പട്ടാള താവളങ്ങളിലേക്ക്, മിലിറ്ററി താവളങ്ങളിലേക്ക് വീണ്ടും മിസൈലുകൾ വർഷിക്കാൻ തന്നെയാണ് ഇതിന് പ്രതികാരമായി ഇപ്പോ ഇസ്രയേലും US-ഉം ചെയ്യുന്ന ഇവരുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ അയക്കുന്നതെന്നാണ് പറയുന്നത്. അതിഭീകരമായ രീതിയിൽ ആൾനാശം മരണസംഖ്യ കൂടാനുള്ള സാധ്യതയുണ്ട്. എവിടെയാണ്? ഇറാനിലെ. അപ്പോ ഇന്ന് ഇത് ഇപ്പൊ ഇറാനിലെ ഇനിയിപ്പോ ഇറാൻ സമയം പിന്നെ വെളുപ്പാങ്കാലം 4 മണിയോടുകൂടി ഇത് അമേരിക്ക നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ സന്ധി സംഭാഷണം ഇന്ത്യ ഇതുവരെ അവലംബിച്ചിട്ടില്ല. നമ്മുടെ മറ്റ് MP-മാരൊക്കെ തന്നെ ഇപ്പോ ET മുഹമ്മദ് ബഷീറിനെ പോലെയൊക്കെയുള്ള മുസ്ലിം ലീഗിന്റെ MP-മാരൊക്കെ തന്നെ ഇന്ത്യൻ എംബസി, ഇന്ത്യയുടെ കേന്ദ്രത്തിലെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ അവിടെ നിരവധി മലയാളികളുണ്ട്. കാര്യം ഗൾഫിൽ മലയാളികൾ എന്ന് പറയുന്നത് കൂടുതലും ഉള്ളത് എവിടെ? ഗൾഫ് മലയാളികൾ എന്ന് പറയുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ നിരവധി പേർ തൊഴിലെടുക്കുന്ന സ്ഥലമാണ്. അപ്പൊ അത് ഇന്ത്യയെ സംബന്ധിച്ച് ശരിക്കും ഇത് കാര്യം വിമാനങ്ങളൊക്കെ റദ്ദാക്കി അങ്ങനെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ പോകുന്നത്. ഈ കേൾക്കുന്ന യുദ്ധം എന്ന് പറയുന്ന വാക്കുകൾക്ക് അതീതമായി അൽഖൊമേനിയും നമ്മുടെ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള വാക്പയറ്റ് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ 3 രാജ്യങ്ങൾ, അതായത് ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് നിൽക്കുമ്പോൾ ശരിക്കും ഇറാൻ ഭയപ്പെടേണ്ടി വരും. ഇറാൻ ഈ പറയുന്ന രീതിയിൽ നീണ്ടകാല യുദ്ധമാണോ അല്ലെങ്കിൽ നീണ്ടകാല യുദ്ധത്തിലേക്കാണോ കടക്കുന്നത്? ഇതിന് UN ഇടപെടണം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. സെർബിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ പറയാതെ പറയുന്നുണ്ട്. ഏതായാലും ഒരു 5 ദിവസമെങ്കിലും ഈ യുദ്ധം നിൽക്കാൻ സാധ്യതയുണ്ട്. 5 ദിവസത്തിൽ എത്രത്തോളം മരണങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്, എത്രത്തോളം ജീവനുകളാണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്നാണ് നമുക്ക് ഇനി വരും റിപ്പോർട്ടുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ പറയുന്ന യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ, ലോകരാഷ്ട്രങ്ങൾ ഇതിൽ ഇടപെടട്ടെ. അതേപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങൾ ഇതിനെ അവലംബിക്കുന്നുണ്ട്. കൃത്യമായി അവർ ഈ പറയുന്ന യുദ്ധം നിർത്തലാക്കാൻ അല്ലെങ്കിൽ നിർത്താൻ വേണ്ടി
അവർ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ശ്രമത്തിലേക്ക് അത് ശ്രമം വിജയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെ അജീവൻ നഷ്ടമായിട്ടുള്ള 51 പെൺകുട്ടികൾ, അപ്പൊ ആ ഒരു ജീവനുകൾക്ക് വേണ്ടി നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മാത്രമേ നിലവിൽ സാധിക്കുള്ളൂ. ഇനി എത്രയധികം ജീവനുകളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്? ഇനി പുതിയ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരണം. നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള യുദ്ധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി പുതിയ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അവലംബിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പറ്റൂ.